ഒരു മലയാളിയാണ് ഡാർക്ക് നെറ്റ് യൂസ് ചെയ്ത് ഇത്രയും വലിയൊരു ഡ്രഗ് സിൻഡിക്കേറ്റ് നടത്തിക്കൊണ്ട് പോയിരുന്നതെന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. നമ്മളിവിടെ പറയാൻ പോകുന്നത്, റിവീൽ ചെയ്യാൻ പോകുന്നത്, ഡാർക്ക് വെബ് ഡ്രഗ് വെൻഡറായി കെറ്റാമലോൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മലയാളി നടത്തിക്കൊണ്ടിരുന്ന ഡ്രഗ് സിൻഡിക്കേറ്റിനെ കുറിച്ചാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രണവ് ദ ഡീകോഡർ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് കെറ്റാമലോൺ. കൊച്ചിയിലെ ആളുകൾക്ക് ഇയാൾ വെറും ഒരു 28 വയസ്സുകാരനായ സിവിൽ എഞ്ചിനീയർ മാത്രം. എന്നാൽ ഇന്റർനെറ്റിന്റെ ഇരുണ്ട ലോകമായ ഡാർക്ക് വെബിൽ ഇയാൾ ഒരു ഇതിഹാസമാണ്. പേര് എഡിസൺ ബാബു, ആൾസോ നോൺ ആസ് കെറ്റാമലോൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് വെബ് ഡ്രഗ് വെൻഡർമാരിൽ ഒരാൾ. ഒരു സാധാരണക്കാരനെന്ന് തോന്നിപ്പിക്കുന്ന ഈ ഒരു യുവാവ് തന്റെ മുറിയിലിരുന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചത് ആയിരക്കണക്കിന് മയക്കമരുന്ന് പാർസലുകളാണ്. എഡിസൺ ബാബു വെറും ഒരു വിൽപ്പനക്കാരൻ മാത്രമായിരുന്നില്ല. ഡാർക്ക് വെബിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള സെല്ലർമാർക്ക് കൊടുക്കുന്ന ലെവൽ 4 പദവി ലഭിച്ച ഏക ഒരു മലയാളി കൂടിയാണ് ഇയാൾ. കെറ്റാമിൻ എന്ന് പറയുന്ന മയക്കമരുന്നിന്റെ വിൽപ്പനയിലൂടെയാണ് കെറ്റാമലോൺ എന്ന് പറയുന്ന വിളിപ്പേര് ഇയാൾ സ്വീകരിക്കുന്നത്. UK ഡോക്ടർ സ്യൂസ് പോലുള്ള അന്താരാഷ്ട്ര ഡ്രഗ് കാർട്ടലുകളിൽ നിന്നാണ് ഇയാൾ മയക്കമരുന്നുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ശേഷം മൂവാറ്റുപുഴയിലെ തന്റെ വീട്ടിലിരുന്ന് ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലെ പാർട്ടികളിലേക്ക് കെറ്റാമൈൻ പോലുള്ള മയക്കമരുന്നുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പോലീസിനെ വെട്ടിക്കാൻ എഡിസൺ ഉപയോഗിച്ചത് അതിഭയങ്കരമായ ബുദ്ധിയാണ്. KITES, കെർണൽ ഇൻട്രൂഷൻ ട്രേസ് എലിമിനേഷൻ സിസ്റ്റം എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതുപയോഗിച്ചാൽ കമ്പ്യൂട്ടറിൽ ഒരു തെളിവുകളും അവശേഷിക്കുന്നതായിരിക്കില്ല. അതുമാത്രമല്ല, പണം കൈമാറാൻ വേണ്ടി മൊണോറോ പോലുള്ള ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ക്രിപ്റ്റോ കറൻസികൾ കൂടെ യൂസ് ചെയ്യുമ്പോൾ ടോട്ടലി അൺട്രേസബിൾ ആയി മാറുകയാണ്. ഇവിടെ ഏകദേശം 3 കോടി രൂപയിലധികം ഈ രീതിയിൽ സമ്പാദിച്ചു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഓപ്പറേഷൻ മെലൻ, വലവിരിച്ച് NCB. 2025 ജൂൺ കൊച്ചിയിലെ പോസ്റ്റൽ ഓഫീസിലെത്തിയ 3 സംശയകരമായ പാർസലുകൾ. ഈ പാർസലുകളാണ് കെറ്റാമലോണിന്റെ പതനത്തിന് തുടക്കമിട്ടത്. NCB നടത്തിയ അതിസൂക്ഷ്മമായ നീക്കത്തിനൊടുവിൽ കെറ്റാമലോൺ എന്നറിയപ്പെടുന്ന എഡിസൺ ബാബുവിനെയും കൂട്ടാളി അരുൺ തോമസിനെയും പിടികൂടി. ഇയാളുടെ വീട്ടിൽ നിന്ന് 1100-ലധികം LSD സ്റ്റാമ്പുകളും വിദേശ കറൻസികളും ഹാർഡ്വെയർ ക്രിപ്റ്റോ വാലറ്റുകളും കണ്ടെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിൽ എല്ലാവരെയും ഞെട്ടിച്ചത് ഇന്റർനാഷണൽ ഡ്രഗ് ലോഡ്സുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷനുകൾ തന്നെയാണ്. എനിവേ, NCB നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എഡിസനെ പിടിക്കുകയും കെറ്റാമലോൺ ഷോപ്പ് എന്നേക്കുമായി പൂട്ടിയെന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചോളൂ. നമ്മുടെ സെക്കൻഡ് ചാനലായിരുന്നു. നമ്മൾ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ചാനലിന്റെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ അറിയാവുന്നവർക്ക് എന്റെ സൗണ്ടിൽ തന്നെ ഞാൻ ആരാന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതേപോലെ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.